الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, നമ്മുടെ സൃഷ്ടാവും നാഥനും രക്ഷിതാവുമായ തമ്പുരാനെ യഥാവിധി സൂക്ഷിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച ഓതി വെച്ച ഒരായത്തിൻ്റെ ബാക്കി ഒരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ലക്ഷണങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ. അതിൽ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അവർ അള്ളാഹുവോട് കൂടി മറ്റൊരാളെയും പ്രാർത്ഥിക്കുകയില്ല. ഇബാദത്തിൽ ശിർക്ക് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. അതിനുശേഷം ആ ആയത്തിൽ പിന്നെ പറയുന്ന കാര്യം വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരാത്മാവിനെ അവർ വധിക്കുകയില്ല എന്നതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു മനുഷ്യജീവൻ്റെ വില, രക്തത്തിൻ്റെ വില, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ദീനിൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ സമീപനവും നമ്മൾ അറഫ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഉടനെ ഒരു ആവർത്തനം വേണ്ട എന്നതുകൊണ്ട് ആ വിഷയം ഇപ്പോൾ ഒഴിവാക്കുകയാണ്. അതായത് വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു ആദരിച്ച ഒരാത്മാവിനെ അന്യായമായി വധിക്കുകയില്ല സത്യവിശ്വാസികൾ ഇബാദുർ റഹ്മാൻ. അത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല ഈ പറഞ്ഞ കാരണത്താൽ. പിന്നെ പറയുന്ന ഒരു കാര്യം ഈ ആയത്തിൽ, അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാം. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. വ്യഭിചാരം. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ഈ കുറ്റങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം അവരനുഭവിക്കും. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, അവർക്ക് ശിക്ഷ ഇരട്ടി ഇരട്ടിയായിട്ട് കൊടുത്ത് ആ ശിക്ഷയിൽ
അവരിങ്ങനെ നിത്യമായി നിന്ദ്യരായി വസിക്കും. അത്രയും ഗൗരവത്തിലാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊക്കെ വേഗം മനസ്സിലായി. ഇതിൻ്റെ നമുക്ക് 2 തലങ്ങളിലായിട്ട് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് കുറച്ച് പറഞ്ഞ് അടുത്ത ആഴ്ച അതിൻ്റെ ബാക്കി കുറച്ച് പറയേണ്ടി വരും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളാണ്. വിഹിത ബന്ധം, അവിഹിത ബന്ധം, 2 ബന്ധങ്ങളുണ്ട്. ബന്ധം എന്ന് പറയുന്നത് ഒരു പുരുഷവർഗത്തിൽപ്പെട്ട ഒരു ജീവി സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരു ജീവിയുമായിട്ട് ഉണ്ടാകുന്ന ആകർഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് പ്രകൃതിയാണ്. ഭൂമിയിൽ എത്ര ജന്തുക്കളും ജീവജാലങ്ങളുണ്ട് എണ്ണമൊന്നും അറിയില്ല. വർഗങ്ങളെപ്പോലെ ഏതാണ്ട് കണക്കേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയാറുണ്ട് 20 ലക്ഷത്തിലധികം ജീവി വർഗങ്ങളാണെന്ന്. പിന്നെയും പുതിയ വർഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേക ലക്ഷം ജീവി വർഗങ്ങളുണ്ട്. ഒരു വർഗത്തിൻ്റെ ഉറുമ്പുകളുടെ മാത്രം എണ്ണ എടുക്കാൻ പോലും നമുക്ക് കഴിയില്ല. എത്ര ഉറുമ്പുകൾ ഭൂമിയിലുണ്ടെന്ന് ചോദിച്ചാൽ എണ്ണാനൊന്നും കഴിയില്ല. അത്തരം ഉറുമ്പുകളുടെ ലോകം തന്നെ ഉണ്ട്. സൗത്ത് അമേരിക്കൻ നാടുകളിൽ 2 രാജ്യങ്ങൾ 3 രാജ്യങ്ങളെ ക്രോസ് ചെയ്തിട്ട് അടിയിലൂടെ കടന്നു പോകുന്ന ഉറുമ്പുകളുടെ ലോകം ഉണ്ടെന്നാണ്. ബ്രസീലും അപ്പുറം കടന്നു പോകുന്ന കണ്ടെത്തിയിട്ടുണ്ട് ഉറുമ്പുകളുടേതായിട്ടുള്ള ലോകം. നമ്മളറിയാത്ത ലോകങ്ങളാണ്. അപ്പം ജന്തുക്കൾ, ജീവജാലങ്ങൾ എത്രയുണ്ട് എന്നതിനെക്കുറിച്ച് എണ്ണം നമുക്കറിയില്ല. പക്ഷേ എല്ലാ ജീവി വർഗങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രത്യേകതയാണ്. അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ആ പ്രകൃതി എന്താണ്? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്. ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിനെയും അവൻ ഇണകളായിട്ട് സൃഷ്ടിച്ചു. എല്ലാറ്റിനും ഇണകളായിട്ട് സൃഷ്ടിച്ചു. മിമ്മാ തുംബിത്തുൽ അർള്, അത് ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യങ്ങൾ പോലും, സസ്യലതാദികളൊക്കെ ഇണകളാണ്. വമിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു. മനുഷ്യർ, ജന്തുക്കൾ, സസ്യലതാദികൾ. ഇനി മനുഷ്യർക്ക് സാധാരണഗതിയിൽ അറിയാത്ത വല്ല അതിസൂക്ഷ്മ ജീവികളുണ്ടോ? ഇപ്പോൾ മുമ്പൊന്നും സൂക്ഷ്മജീവികളെ സംബന്ധിച്ച് മനുഷ്യർക്ക് വിവരമില്ല. ഇപ്പോൾ സൂക്ഷ്മജീവികളെ സംബന്ധിച്ച് വിവരമുണ്ട്. വൈറസുകളെ സംബന്ധിച്ചറിയാം, ബാക്ടീരിയകളെ സംബന്ധിച്ചറിയാം, ആറ്റത്തെ സംബന്ധിച്ചറിയാം, അതിനപ്പുറമുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാം ആൾക്കാർക്ക്. വമിമ്മാ ലാ യഅലമൂൻ, മനുഷ്യനെ ഇനി അറിയാത്തത് എന്തൊക്കെ സൃഷ്ടികളായിട്ട് ഭൂമിയിലുണ്ടോ അതൊക്കെയും ഇണകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാഴ്ചയിലും അത് നമുക്ക് കാണാം. അപ്പോൾ ഒക്കെ ഇണയായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഒന്ന് മറ്റൊന്നിലേക്ക് ആകർഷിക്കും, ഒന്ന് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുകയും ഒന്ന് മറ്റൊന്നിനെ തേടുകയും ഒന്ന് മറ്റൊന്നിലേക്ക് ചേരുകയും ചെയ്യും. ഈ ചേർച്ച എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച പ്രകൃതിയാണ്. അങ്ങനെയാണ് അവരുടെ വംശങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്, പ്രത്യുൽപാദനം ഇങ്ങനെ നടക്കുന്നത്. ഭൂമിയും അവരുടെ ആവാസ വ്യവസ്ഥയും ജന്തുലോകവും അവരുടെ വ്യവസ്ഥയൊക്കെ ഇങ്ങനെ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച പ്രകൃതിയാണ്. മനുഷ്യനും ആ പ്രകൃതിക്ക് വിധേയനാണ്, അല്ലെങ്കിൽ ആ പ്രകൃതിയിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ മനുഷ്യനും ഒരു പ്രത്യേക പ്രായം ഒക്കെ ആയിക്കഴിയുമ്പോൾ അവരവരുടെ എതിർലിംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇണയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിക്കും. അതൊരു മോശപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. പ്രായപൂർത്തിയാകുന്ന പുരുഷൻ, പ്രായപൂർത്തിയാകുന്ന സ്ത്രീ തൻ്റെ ഇണയെക്കുറിച്ച് അല്ലെങ്കിൽ തനിക്കൊരു ഇണയെക്കുറിച്ച് ചിന്തിക്കുന്നതോ ഇണയെക്കുറിച്ച് ആലോചിക്കുന്നതോ ഒരു തെറ്റായ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു പ്രകൃതിയാണത്. മനുഷ്യൻ്റെ, ജന്തുക്കളുടെ, ജീവജാലങ്ങളുടെ ഒക്കെ പ്രകൃതിയാണ്. പക്ഷെ മനുഷ്യൻ്റെ പ്രകൃതി, ജന്തുക്കളുടെ പ്രകൃതി, ഈ പ്രകൃതിയിൽ മനുഷ്യനും ജന്തുക്കളും തമ്മിലുള്ള വ്യത്യാസം ഇതെന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യഭിചാരം എന്ന് പറയുമ്പോഴേക്ക് നെറ്റി ചുളിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. കുറച്ചൊന്നുമല്ല ഇപ്പോൾ അത് പ്രകടമായിട്ട് വരുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ. അവർക്ക് കുറച്ച് ധൈര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നും. നിങ്ങൾ ഈ വ്യഭിചാരം ഒരു സ്ത്രീയും പുരുഷനും അവരിഷ്ടപ്പെട്ട് പരസ്പരം പൊരുത്തപ്പെട്ട് അവരൊന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് തോന്നിയ പോലെ അവർ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന്? നിങ്ങളിങ്ങനെ സദാചാര കമ്മിറ്റിക്കാർ കുറേ
അല്ലേ? സദാചാര പോലീസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? സദാചാര പോലീസുകാർ കുറേ എണ്ണം, സംരക്ഷണ ആങ്ങളമാർ കുറേ എണ്ണം. നിങ്ങൾ നിങ്ങളുടെ പാടിന് പോ, ആളുകൾ അവർക്ക് സ്വതന്ത്രമായിട്ട് തോന്നിയ പോലെ ജീവിക്കട്ടെ എന്ന്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത്തരം സംഗതികളെക്കുറിച്ച് ഒരു ചെറിയ ബേജാറ് കാണിക്കുന്ന ആളുകളുടെ നേരെ വരുന്ന ഒരുപാട് അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ അത് പിന്നെ മറിഞ്ഞിരുന്ന് ചെയ്യാവുന്ന പണിയായതുകൊണ്ട് ധാരാളക്കണക്കിന് ആളുകൾ അത് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ അതുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ അത് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ മുമ്പില്ലാത്ത പണ്ട് കാലത്ത് ഈ ക്യാമ്പസുകളിലേക്കൊക്കെ കുട്ടികളെയൊക്കെ സ്വാഗതം ചെയ്യുന്നത് നല്ല നല്ല മനോഹരമായ മുദ്രാവാക്യങ്ങളൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടൊക്കെ ന്യൂ എന്താ പറയുക, പുതുതായിട്ട് വരുന്ന വിദ്യാർത്ഥികളെയൊക്കെ സ്വാഗതം ചെയ്യല്ലേ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ പല കണ്ടിട്ടില്ലേ പലയിടത്തും പട്ടികൾ ഇണ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചിട്ട് സർവ്വതന്ത്ര സ്വതന്ത്രമായ ലോകത്തേക്ക് സ്വാഗതം, തുറച്ചു നോക്കണ്ട, നീയും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൾച്ചർ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക പുതിയ പുതിയ കാലത്ത് മനുഷ്യരെ കുട്ടികളെ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട്. ഹോസ്റ്റലുകളിൽ ഇതുണ്ട്, ക്യാമ്പസുകളിൽ ഇതുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇടയിലും നമ്മുടെ വീട്ടിലും ഉണ്ട്. എന്ത് നിങ്ങൾ ഈ പറയുന്ന ഈ ധാർമ്മികത, ഈ പറയുന്ന മൂല്യം, ഇതൊക്കെ വെറും മിത്താണ്, അല്ലെങ്കിൽ വെറും ഒരു മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും അല്ല. മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുന്ന, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് പറയാം. എന്ത് പോയിന്റ്? മനുഷ്യൻ ഒരു മൃഗമാണെന്നുള്ള ധാരണ ഒന്നാമതായിട്ട് തിരുത്തപ്പെടണം. അപ്പോൾ ജന്തുക്കൾ, ഇപ്പോൾ ഈ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ജന്തുക്കൾക്ക് വ്യഭിചാരമൊന്നുമില്ലേ? മനുഷ്യൻ ഒരു മൃഗമാണ് എന്ന്, മനുഷ്യൻ ഒരു ജന്തുവാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ആ വിശ്വാസം ശക്തിപ്പെടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്താ മനുഷ്യന് മാറ്റം? എന്താ പട്ടിയും പൂച്ചയും തമ്മിലും മനുഷ്യനും തമ്മിൽ എന്ത് മാറ്റം എന്നൊക്കെ ചോദിക്കുകയാണ്. പട്ടിയും പൂച്ചയും കല്യാണം കഴിച്ചിട്ടല്ലല്ലോ അവർ ഇണചേരുന്നതും അവർ ജീവിക്കുന്നതും അവർക്ക് കുട്ടികളുണ്ടാക്കുന്നതും. ഖുതുബ നടക്കുമ്പോൾ സംസാരിച്ചാൽ ജുമുഅയുടെ ഫലം നഷ്ടപ്പെടും. ഖുതുബ നടക്കുമ്പോൾ സംസാരിച്ചാൽ ജുമുഅ കിട്ടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറിയാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പട്ടിയും പൂച്ചയും ഇണ ചേരുമ്പോൾ അത് കല്യാണം കഴിച്ചിട്ടാണെന്നൊക്കെ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കാം. എന്തിനാ കല്യാണം എന്ന് അല്ലേ? ആ മനുഷ്യന് ഇഷ്ടം പോലെ നടന്നൂടെ? അപ്പം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട്. എന്ന് വെച്ചാൽ വ്യഭിചാരത്തെ മാന്യവൽക്കരിക്കുകയും വ്യഭിചാരത്തെ സാമൂഹ്യവൽക്കരിക്കുകയും വ്യഭിചാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളെ അങ്ങനെ ഒരു പ്രയോഗമേ ശരിയല്ല എന്ന് പറയുകയും, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിക്ക് ചരിക്കുക എന്നുള്ളതല്ലേ? ആ തെറ്റായ ചരണം അല്ലെങ്കിൽ ആ നടത്തം, അങ്ങനെ ഒരു ചരിക്കലില്ലെന്നും ഒക്കെ ശരിയാണെന്നുമുള്ള ഒരു വാദം സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ലിബറലിസം എന്ന് പേരുണ്ട്, പല പേരുകളും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർവതന്ത്ര സ്വതന്ത്രവാദം എന്ന അവന് തോന്നിയ മാതിരി ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അടിസ്ഥാനത്തിൽ നിൽക്കുന്ന, നമ്മുടെ പള്ളിൻ്റെ ഉള്ളിൽ വെച്ച് പറയാം, നമ്മുടെ കാര്യം പറയാം, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുട്ടികളെയും നമ്മൾ കരുതിയിരിക്കണം. അവരെ ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാരായ ഈ കോക്കസ്, ഈ മാഫിയ തട്ടിയെടുക്കുന്നതും റാഞ്ചിയെടുക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നതിനെ കുറിച്ചും പുതുതലമുറയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചും നമ്മൾ കരുതിയിരിക്കണം എന്ന് ഞാൻ ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഒരു ആമുഖമായിട്ട് പറയാം. അതേപ്പോൾ അത്രയും ഒന്ന് പറയുന്നുള്ളൂ അല്ലേ? മനുഷ്യൻ ഒരു മൃഗമല്ല. വിശുദ്ധ ഖുർആനിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് നോക്കൂ, എങ്ങനെ ചിന്തിച്ചാലും വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഈ പ്രപഞ്ചത്തിൽ ധാരാളം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെളിവുകളും ന്യായങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങളിലുമുണ്ട്. വഫി അൻഫുസികും. നിങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ പട്ടിയെ പോലെ, പൂച്ചയെ പോലെ, ഉറുമ്പിനെ പോലെ, കൊതുകിനെ പോലെ, മൂട്ടയെ പോലെ, പ്രാണിയെ പോലെ വെറും ഒരു ജീവി, വെറുതെ അങ്ങനെ ഉണ്ടായി, യാന്ത്രികമായി ഉണ്ടായി, യാദൃശികമായി ഉണ്ടായി, ജീവിച്ച് അങ്ങനെ കൊതുക് ചത്തുപോകുന്നത് പോലെ, ഈച്ച ചത്തുപോകുന്നത് പോലെ, ഒരു പ്രാണി തീർന്നു പോകുന്നത് പോലെ, കൃമി തീർന്നു പോകുന്നത് പോലെ, ഒരു പട്ടി എവിടെയോ ഒരു തെരുവിൽ കിടന്ന് അങ്ങനെ മരിച്ചു പോകുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതം മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ഉത്കൃഷ്ടനായ, അത്യുത്കൃഷ്ടനായ സൃഷ്ടി അങ്ങനെ തീർന്നു പോകുന്നവനാണ് എന്ന് നിങ്ങൾക്ക് ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തോന്നൂല. വഫി അൻഫുസികും.
നിങ്ങളിലും ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യൻ അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കട്ടെ. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. ഒരാൾ സ്വയം അറിഞ്ഞാൽ അവൻ അവൻ്റെ റബ്ബിനെ അറിഞ്ഞു. എന്നെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി, ഞാൻ ആരാണ്. ഞാനിങ്ങനെ സംസാരിക്കല്ലേ. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമിൻ ആയാതിഹി ഇഖ്തിലാഫു അൽസിനതികും വ അൽവാനികും. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞെടുത്തേ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാഷ. നിങ്ങളുടെ ഭാഷ. ഞാനിപ്പോൾ ഇങ്ങനെ മലയാളം, നമ്മളൊക്കെ മലയാളികളാണ്. നമ്മളിങ്ങനെ സംസാരിക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നു. ഒരു 50-100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരുത്തന്നെ പിടിച്ചു വന്ന് ഇവിടെ ഇരുത്തി അവന് മനസ്സിലാവും, വേറൊരാൾക്ക് മനസ്സിലാവില്ല. അതും ശബ്ദം തന്നെ അല്ലേ. ഭാഷ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ഭാഷകളിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അമേരിക്കയിൽ നിന്ന് ഒരു പട്ടിനെ പിടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരു പട്ടിനെ, അവിടെ നിന്ന് ഒരു പൂച്ചനെയും ഇവിടെ ഒരു പൂച്ചനെയും പിടിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർ അരമണിക്കൂർ കൊണ്ട് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തും. ഒറ്റ ശബ്ദം കൊണ്ട് മനസ്സിലാവുന്ന മനുഷ്യന് മനസ്സിലാവുമോ? വ്യത്യസ്ത ഭാഷകളിൽ നിങ്ങൾ സംസാരിക്കുന്നു എന്നത്, നിങ്ങളുടെ നിറങ്ങൾ വ്യത്യാസമായിരിക്കുന്നു എന്നത്, നിങ്ങളുടെ ഗന്ധം വ്യത്യാസമായിരിക്കുന്നു. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ ഗന്ധമല്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ നിറമല്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ വിരലടയാളല്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പോലെ കണ്ണില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഉള്ളത് ഒന്നാണ്. പക്ഷെ എല്ലാവരും അതോടൊപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരാളെപ്പോലെ വേറൊരാളില്ല. ഇങ്ങനെ ഇത്രയും വ്യത്യസ്തമായ രൂപത്തിൽ നിങ്ങളെ ഇങ്ങനെ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആരാണ്? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ആരോടായി പറയുന്നതെന്നറിയോ? പട്ടിയും പൂച്ചയും മനുഷ്യനൊക്കെ ഒന്നെന്നെ എന്ന് വന്ദിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ പറയാ, അവരോട് അല്ലാഹു തആല ചോദിക്കുക, ആരാണ് മനുഷ്യ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ ചതിയിലകപ്പെടുത്തിയത്? മാ ഗറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ നാഥന്റെ കാര്യത്തിൽ നിന്നെ ചതിയിൽപ്പെടുത്തിയത് ആരാണ്? അല്ലദീ ഖലഖക, അവനല്ലേ നിന്നെ സൃഷ്ടിച്ചത്. ഫസവ്വാക, അവനല്ലേ നിന്നെ സന്തുലിതമാക്കിയത്. ഫഅദലക, നിന്നെ ശരിപ്പെടുത്തിയതും നിന്നെ സന്തുലിതമാക്കിയതും. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിന്നെ ഘടിപ്പിച്ച് സെറ്റാക്കിയത് ആരാ? അല്ലേ മനുഷ്യന്റെ രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന, നട്ടെല്ലിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ, നട്ടെല്ലിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ, ചിരിക്കുന്ന മനുഷ്യൻ, കരയുന്ന മനുഷ്യൻ, അത്ഭുതങ്ങളുടെ കലവറ. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറ്. ഈ മൈക്കും ഈ കമ്പ്യൂട്ടറും ഈ മൊബൈലും ഈ ലൈറ്റും സെറ്റും ഒന്നുമല്ല, അതൊക്കെ കണ്ടുപിടിച്ച ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള തലയാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അല്ലേ. ആരാണിത്? അങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ട് നോക്ക് നിങ്ങൾ. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാലേ തല, ഈ തലൻ്റെ ഉള്ളിൽ ആ തലച്ചോറാണ് ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ അവിടെ നിന്ന് തുടങ്ങി ഈ ഭാഗത്ത് മാത്രം എത്ര യന്ത്രങ്ങളുണ്ടെന്നറിയാം. കണ്ണ് വലിയൊരു യന്ത്രമാണ്. കണ്ണിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഡോക്ടർമാരുണ്ട്, സ്പെഷ്യലിസ്റ്റുകൾ. ചെവി വേറൊന്നാണ്, മൂക്ക് വേറൊന്നാണ്, പല്ല് വേറൊന്നാണ്. പല്ലിൻ്റെ തന്നെ ഡോക്ടർമാർ ഇവിടെ ഒരുപക്ഷെ ഉണ്ടാവും. വേറെ പല്ല് ഡോക്ടർ എന്ന് നമ്മൾ പറയും. പല്ലിന് ഒരു ഡോക്ടറല്ല, പല ഡോക്ടർമാരാണ്. തൊണ്ടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. നാവിന് വേറെയാണ്, തൊണ്ടയ്ക്ക് വേറെയാണ്, ഹൃദയത്തിന് വേറെയാണ്, കരളിന് വേറെയാണ്, വയറിന് വേറെയാണ്, ലങ്സിന് വേറെയാണ് അല്ലേ. പിന്നെ അങ്ങോട്ട് നോക്കി, തൊലിക്ക് വേറെയാണ്, എല്ലിന് വേറെയാണ്, കിഡ്നിക്ക് വേറെയാണ്, ഞരമ്പിന് വേറെയാണ്. ഇങ്ങനെ മനുഷ്യന്റെ ശരീരം ഓരോ ഇതെല്ലാം കൂട്ടി വെച്ച് എല്ലാവർക്കും 32 പല്ല സാധാരണ പറയാണ്ട് 218 എല്ലും അല്ലേ. 218 എല്ലും 32 പല്ലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പറയും. എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ സെറ്റാ. ആരാ ഇതിങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി നിങ്ങളെ ഈ രൂപത്തിൽ വ്യത്യസ്തരാക്കിയിട്ട്? നിങ്ങളൊക്കെ മനുഷ്യരാണ്, അതോടൊപ്പം നിങ്ങളൊക്കെ വ്യത്യസ്തരാ. മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഏറ്റവും മനോഹരമായി നിന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ഒരുക്കി വിട്ട നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ ആരാ നിന്നെ ചതിയിലകപ്പെടുത്തിയത്? ഇതൊക്കെ വെറുതെ അങ്ങോട്ട് യാന്ത്രികമായി യാദൃശികമായി അങ്ങ് സംഭവിച്ചു പോയതാ. ഇതിൻ്റെ ഒന്നും പിന്നിൽ ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ധർമ്മമില്ല, ഒരു മൂല്യമില്ല, ഒരു ദൈവമല്ല, ഒരു പടച്ചോനുമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നിയതുപോലെ പട്ടിയും പൂച്ചയും പോലെ നമുക്കും ജീവിക്കാവിട എന്നൊക്കെ ആരാണ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കാം. ചിന്തിക്കട്ടെ. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിന്നി വൽ ഇൻസ് അല്ലേ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ.
കണ്ണുണ്ടായിട്ടും കാണാത്ത, ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ടും ചിന്തിക്കാത്ത, കാതുണ്ടായിട്ടും കേൾക്കേണ്ടത് കേൾക്കാത്ത കുറേ മനുഷ്യരുണ്ട്. നരകത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർ. ഉലൈക കല്ലൻആമി ബൽ ഹും അളൽ. അവർ കാലികളെ പോലെയാണ്. അതേ കാലികളെ പോലെ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ അതിനേക്കാളും അതപ്പതിച്ച അവസ്ഥയിലാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താം. അപ്പം അങ്ങനെ എത്തുമ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ശക്തിപ്പെട്ട് വരുമ്പോഴാണ് ഈ കല്യാണം വേണ്ടെന്നൊക്കെ പറയണേ. എന്തിനാ കല്യാണം എന്നൊക്കെ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തിനാ കല്യാണം എന്ന്. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു പ്രകൃതിയില്ലേ, ആ പ്രകൃതിക്കനുസരിച്ച് മനുഷ്യർ ജീവിക്കേണ്ട. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ എണ്ണയും തുണയൊക്കെ വേണ്ടേ. എണ്ണയും തുണയും വേണേ, എന്തിനാ കല്യാണം എന്ന്. നേരിട്ട് ചോദിച്ചതാ. ചായ കുടിക്കണം എന്ന് തോന്നി ഞങ്ങൾക്ക് ചായക്കട തുടങ്ങണമെന്ന് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക് ഇന്ന് കൂടുന്ന ഒരു ചായ നാളെ അപ്പുറത്ത് ചായ കുടിച്ചൂടെ, വെറൈറ്റി ചായ കുടിച്ചൂടെ? മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം ഇങ്ങനെ ചിന്താഗതികൾ ശക്തിപ്പെട്ടു വരിക. അപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നത് അത് സാർവത്രികമാവുകയും അതൊരു കുറ്റമല്ലാത്ത, മോശമല്ലാത്ത, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. അതാണ് പ്രശ്നം. പരസ്പര സമ്മതം ഉണ്ടോ എന്തോ ആവാതെ ഇങ്ങനെ ഒരു ചിന്താഗതി ശക്തിപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. മനുഷ്യൻ അങ്ങനെ മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടവനല്ല. മനുഷ്യൻ ആരാന്നറിയോ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ ഞാൻ എൻ്റെ പ്രതിനിധിയെ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞ അല്ലാഹു തആല നിശ്ചയിച്ചതാ. അതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആയത്. ഇക്കണ്ട ജന്തു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനില്ലേ ഇങ്ങനെ ഈ രൂപത്തിലായി വന്നത് എന്താണെന്നറിയോ? അല്ലാഹു തആല മനുഷ്യനെ ഈ രൂപത്തിൽ പ്രത്യേകം സൃഷ്ടിച്ചതുകൊണ്ടാണ്. ഭൂമിയിൽ അല്ലാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അവനിലുള്ള ചൈതന്യമുണ്ടല്ലോ, അവൻ്റെ ജീവനില്ലേ, അവൻ്റെ ആത്മാവില്ല. വനഫഖ്തു ഫീഹി മിർ റൂഹി. മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ ജീവചൈതന്യത്തിൽ നിന്ന് ഞാൻ അവനിൽ നിക്ഷേപിച്ചു. മനുഷ്യനിലുള്ള ജീവചൈതന്യം എന്ന് പറയുന്നത്, മനുഷ്യനിൻ്റെ ആത്മാവെന്ന് പറയുന്നത്, അവൻ്റെ ജീവൻ എന്ന് പറയുന്നത്, ഇതൊന്നും റൂഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. റൂഹ് എന്ന് നമ്മൾ ജീവൻ എന്ന് ചിലപ്പോൾ പറയും, ആത്മാവ് എന്ന് പറയും. നമുക്കറിയില്ല. ഒരു പ്രതിഭാസം എന്നാണ് ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. മനസ്സെന്ന് പ്രതിഭാസം എന്നാ സയൻസ് പറയണത്. പ്രതിഭാസം എന്നൊക്കെ പറയപ്പെടാന്നറിയോ? പിടികിട്ടാത്തതെന്ന്, നിർണയിക്കാനും നിർവചിക്കാനും കഴിയാത്ത കാര്യങ്ങൾക്ക് പ്രതിഭാസം എന്ന് പറയും മലയാളത്തിൽ. അതൊരു പ്രതിഭാസമാണ്. എന്താ അത് കൃത്യം അറിയില്ല. മനസ്സെന്ന് പ്രതിഭാസം, ആത്മാവെന്ന പ്രതിഭാസം അല്ലേ, ജീവന്റെ തുടിപ്പെന്ന പ്രതിഭാസം, ജീവന്റെ എന്ത് എവിടുന്ന എന്താ? വനഫഖ്തു ഫീഹി മിർ റൂഹി. എൻ്റെ ചൈതന്യത്തിൽ നിന്നും ഞാൻ അവനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. മനുഷ്യനെ നമ്മൾ ദൈവികമായ അംശമാണ് നമ്മളിലുള്ളത്. മനുഷ്യനിലുള്ളത് പടച്ച റബ്ബിൻ്റെ അംശമാണ്, പടച്ച റബ്ബിൻ്റെ ജീവനാണ്. മറ്റു ജന്തുക്കൾക്കും ഇതുണ്ടല്ലോ ജീവനൊക്കെ, പക്ഷെ അവയെക്കുറിച്ച് പറഞ്ഞില്ല, മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകാതെ, പട്ടിയെപ്പോലെ പൂച്ചയെപ്പോലെ പശുവിനെ പോലെയാണെന്ന് ചിന്തിക്കാതെ അത്തരത്തിലുള്ള ചിന്താഗതികൾ കരുതിയിരിക്കണമെന്ന് വലാ യസ്നൂൻ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് അതിൻ്റെ ഒരു ആദ്യ ഭാഗം എന്ന നിലക്ക് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞത്. ഇബാദുർ റഹ്മാൻ അങ്ങനെ പറയില്ല. അവർ ഈ വിഷയത്തിൽ ധാർമ്മിക സദാചാര പരിധികൾ പാലിക്കും. ആ ധാർമ്മിക സദാചാര പരിധി എന്ന് പറയുന്നത് പരസ്പരം ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് സമൂഹത്തിൻ്റെ അറിവോടെ അംഗീകാരത്തോടെ അവർ വിവാഹിതരായിട്ട് ഇണയും തുണയുമായിട്ട് ജീവിക്കുക എന്നതാണ്. അങ്ങനെ അവരുടെ ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുക എന്നതാണ്. അതിനപ്പുറത്തുള്ളതൊക്കെ വ്യഭിചാരമാണ്. അതിൻ്റെ ഒരു തലമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ തലമുണ്ട്. അത് നേരത്തെ പറഞ്ഞ തത്വത്തിൽ എന്താ പറയുക, തത്വമൊന്നും പറയില്ല. അത് അങ്ങനെയൊന്നുമല്ല, നമുക്ക് അങ്ങനെ എന്താ പറയുക ഇഷ്ടം പോലെ നടക്കുക, അതിന് നമുക്ക് സ്വാതന്ത്ര്യമൊന്നും പറയില്ല. പക്ഷെ പ്രയോഗത്തിൽ എന്തൊക്കെ നടക്കുന്ന കുറച്ച് സംഗതികൾ, അതിനെ സംബന്ധിച്ചുള്ള ജാഗ്രതയും കരുതലും ഉണ്ട്. അതിനെ സംബന്ധിച്ച് ശക്തമായ മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനും സുന്നത്തും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കാര്യം കൂടി അടുത്ത ആഴ്ച പറഞ്ഞാലേ നമുക്ക് ഈ വിഷയം പൂർണ്ണമാവുകയുള്ളൂ. എന്തായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച പ്രകൃതിയിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനും അടിമയുമായി അവൻ്റെ ജീവചൈതന്യമാണ് നമ്മളിൽ ചലിക്കുന്നതെന്നും നമ്മൾ അങ്ങനെയാണ് ചലിക്കുന്നതെന്നും അയാൾ ഉത്തമ ബോധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായിട്ട് ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ നാഥ. ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആസാമിൽ, അതുപോലെ തന്നെ ബീഹാറിൽ, ഇന്ത്യയുടെ പല ഭാഗത്തും അന്യായമായ അക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നാഥ, സത്യവിശ്വാസികളെ സഹായിക്കണേ തമ്പുരാനെ. അക്രമികളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ച ഒരു ഇത് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഗസയിൽ ഒരു ഖത്തീബ് ഖുതുബ നടത്തി അല്ലേ? എന്താണെന്ന് പറയുക, ഹംദും സലാത്തും ചൊല്ലിക്കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വിശന്നിട്ട് എനിക്കൊന്നും പറയാൻ വയ്യ, വിശന്നുകൊണ്ടിരിക്കുകൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ല. അഖിമിസ്സലാ. വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. റബ്ബ് കരുണാഭാരിതിയായ നാഥ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഞങ്ങൾ നിന്നിലേക്ക് കൈ ഉയർത്തി ചോദിക്കുകയാണ് നാഥ. സത്യവിശ്വാസികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അക്രമികളെ പരാജയപ്പെടുത്തണേ നാഥ, അക്രമികളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ലോകത്തുടനീളം കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് നീ താങ്ങും തണലുമാകണേ തമ്പുരാനെ. പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.